അങ്ങനെ അവസാനം നമ്മളും വന്നു ഗൈസ് ഒബ്സെഷൻ മൂവി കാണാൻ വേണ്ടിയിട്ട്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നമ്മുടെ ഗേൾസിന്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ പറയുന്നത്. നമ്മുടെ തന്നെ ഒരു 10x എക്സ്ട്രീമിലാണ് ഇത് കാണിക്കുന്നതേ ഉള്ളൂ. സോ ദിസ് ഇസ് എ മൂവി ഡേറ്റ് വിത്ത് മൈ ഫേവറേറ്റ് ഗേൾ. അപ്പൊ ഗൈസ് നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ രാവിലെ തന്നെ ഞാൻ കുളിച്ച് പോകുന്നത് KSRTC സ്റ്റാൻഡിലാണ്. കാരണം നന്ദന ഈസ് വെയിറ്റിംഗ് ദയർ. ഞാൻ നന്ദന ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡേറ്റിന് പോകുന്നത്. എന്താ പറയേണ്ടത് അറിയില്ല ഗൈസ്. ആദ്യമായിട്ട് ഒരാളുടെ കൂടെ പോകുന്ന ഒരു ഫീലേ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിരുന്നു. എൻജോയ് ചെയ്യണം. ഒരു സെക്കൻഡ് പോലും നമുക്ക് രണ്ടാൾക്കും ബോറടിച്ചിട്ടില്ല. നമ്മുടെ ഷോ ടൈം വന്നിട്ട് 1:25 നമ്മൾ ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോ എത്തി. നമ്മുടെ മെയിൻ പരിപാടിയായിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു ഗൈസ്. പിന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ഒക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഇടങ്ങി സമയം പോകും. നമ്മൾ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അവിടുത്തെ ചേട്ടന്മാർക്ക് നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. ഈ പെമ്പിളർ എന്താ കാണിക്കുന്നത്. പിന്നെ പബ്ലിക് അനുസരിച്ച് നമുക്കൊരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അങ്ങനെ ഗൈസ് നമ്മുടെ ടൈം ആയി. സോ നമ്മൾ നേരെ PVR പോയി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഈ ഒരു മൂവി കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വേറൊന്നുമല്ല, എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയില്ല, രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടിട്ട് വന്നിട്ട് പറയാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ പൊളിച്ച മക്കളെ ഒന്നും പറയാനില്ല. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ബർഗർ ഒക്കെ ഓർഡർ ചെയ്തിട്ട് വന്നിരുന്നു. പിന്നെ ടൈമായപ്പോൾ ചേട്ടൻ വന്ന് കൊണ്ടു തന്നു. നമ്മൾ ഫ്ലാഷ് വീഡിയോ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ആളിലൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ആ പരിപാടിക്ക് നിർത്തി. അങ്ങനെ നമ്മുടെ മൂവി കഴിഞ്ഞു. മൂവിനെ പറ്റി പറയാനായിട്ട് ഒന്നുമില്ല. അടിപൊളി മൂവിയാണ്. ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ബോയ്സിന് മേ ബി ട്രോമ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലുലുവിൽ പോയി നമ്മുടെ പരിപാടിയാണ് സ്റ്റുഡിയോയിൽ പോയി കറങ്ങല്. തെണ്ടി തീരലെന്നും പറയാം. അപ്പൊ ഞാനൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു നെക്ചിങ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് നന്ദിക്ക് മേടിച്ചു കൊടുത്തു. ഞാൻ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവർക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ എന്നെ കൊണ്ടുപോയിട്ട് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചെരുപ്പ് മേടിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഗേൾസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ അടുത്തുള്ള ഗേൾ ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്തു. ഇറ്റ് ഫീൽസ് ലൈക്ക് എന്താ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഹൈപ്പറിലൊക്കെ പോയി കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴാണ് നന്ദനയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അവർക്ക് ലിപ്സ്റ്റിക് മേടിക്കണമായിരുന്നു. അപ്പൊ നമ്മൾ നേരെ ലുലു ഫാഷനിൽ കയറി കുറച്ച് ട്രയൽസും കാര്യങ്ങളൊക്കെ നോക്കി ഫൈനലി പിൽഗ്രിമിന്റെ ഒരു നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബസ്സിൽ നല്ല തിരക്കായിരുന്നു ഗൈസ്. എന്തോ ഭാഗ്യത്തിന് കുറച്ച് കഴിഞ്ഞ് സീറ്റ് കിട്ടിയപ്പോൾ നമ്മൾ ഞം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നന്ദന മെല്ലെ ചാഞ്ഞു കിടന്ന് ഉറങ്ങി ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.